പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് പെന്തക്കോസ്താ ദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചനും ബിനോയ് കരിമരുതെങ്കിലച്ഛനും സൂചിച്ചനുമൊക്കെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാവരുടെയും ആത്മീയ കൂട്ടായ്മയിലാണ് നമ്മൾ ഈ ശുശ്രൂഷ ഇന്ന് നടത്തുന്നത്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരഭിഷേകം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയമാണ്. അവരുടെ പുതിയ അധ്യയന വർഷം, അവർ പഠിക്കുവാനായിട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് അവർ നിറഞ്ഞ് നല്ല വിശുദ്ധരും വിശുദ്ധകളുമായ കുട്ടികളായി തീരാൻ അവർക്ക് നല്ല ഭക്തി, ആദരവ്, ബഹുമാനം ഇതെല്ലാം നിറഞ്ഞ് അവർ ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മളിലേക്കെല്ലാം ആത്മാവ് നിറയാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ ഉന്നത അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഇപ്പോൾ ഇതാ കുടുംബം മുഴുവൻ ഈ വചനം കേൾക്കാൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന ഓരോ മക്കളിലേക്കും ആത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത ശക്തി, പരിശുദ്ധാത്മ അഭിഷേകം ഇപ്പോൾ ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും നിറയട്ടെ. കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുന്നു. ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, കരമടിച്ച് ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, കരമടിച്ച് പാടാം. ജീവനദിയായി നിറഞ്ഞു കവിയും ദൈവ ചൈതന്യമേ, ആത്മാവേ, നിറഞ്ഞിടുക, കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കരങ്ങൾ താഴ്ത്തി എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കണം. നന്നായി കരങ്ങളടിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. ബന്ധനങ്ങൾ അഴിയണം, കെട്ടുകളെല്ലാം പൊട്ടി ദൈവജനം വിടുതൽ പ്രാപിക്കണം. രോഗങ്ങൾ, പീഡകൾ, തകർച്ചകൾ, കടബാധ്യതകൾ, അതുപോലെ ഫലിത പാപബന്ധനങ്ങൾ, അശുദ്ധി, മ്ലേച്ഛതകളെല്ലാം ഇതാ കർത്താവിന്റെ ആത്മാവ് വരുന്നു. സകല പീഡകൾ വിട്ടുമാറുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. ബന്ധനമെല്ലാം തകർത്തിടും, കരമടിച്ച്
കെട്ടുകളെല്ലാം തകർത്തിടും, ബന്ധനമെല്ലാം തകർത്തിടും, കെട്ടുകളെല്ലാം തകർത്തിടും, ആത്മാന്ധകാരത്തെ മാറ്റിടും. ശക്തിയോടെ അനർവചനീയമാം നെടുവീർപ്പിലർപ്പിക്കും പുത്രസ്വീകാര്യത്തിൻ ആത്മാവേ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. കരങ്ങളുയർത്തി ഉച്ചരിച്ചുദിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, 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 നിറയട്ടെ. ആത്മാവേ, ആത്മാവേ, രുഗ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവ് നിറയട്ടെ. ശക്തമായ അഭിഷേകം ഓരോ കുടുംബങ്ങളിൽ നിറയട്ടെ. എല്ലാ വിദ്യാർത്ഥിനികളെയും മറ്റ് രോഗികളെയും മറ്റ് പ്രാർത്ഥനകൾ ആവശ്യമുള്ള എല്ലാവരെയും ആത്മാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മ നിറഞ്ഞ് ശക്തിപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിരിക്കാം. ഇന്ന് പെന്തക്കോസ്ത ദിനം. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനോയിൻറ്റിങ്, അഭിഷേകം നമ്മളിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ശക്തി, അഭിഷേകം, കൃപ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആത്മാവിനെ നമുക്ക് സ്വീകരിക്കണം. ഇപ്പം നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അങ്ങനെ ആ വിശ്വസിച്ചതുപോലെ ശുശ്രൂഷ പങ്കുചേരുമ്പോൾ ദൈവം കൊടുത്ത ഒരു അഭിഷേകം അല്ലെങ്കിൽ ഒരു സാക്ഷ്യം ഇപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾ ശാന്തമായി ഇരിക്കുക, കേൾക്കാം. ഞാൻ 2009, 2010 കാലഘട്ടം മുതൽ വട്ടാലച്ഛൻ്റെ കൂടെയും ബിനോയ് അച്ഛൻ്റെ കൂടെയും സാംസൺ അച്ഛൻ്റെ കൂടെയും സെഹ്യോൻ ടീമിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് സോജൻ തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഇന്ന് വരുന്നത്. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 20-22 വർഷമായിട്ട് എനിക്ക് ഡിസ്പ്യൂട്ടിൽ കിടന്ന ഒരു വസ്തുവിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ കുടുംബപരമായിട്ട് തന്നെ കിട്ടിയൊരു വസ്തുവായിരുന്നു. അത് ആ സ്ഥലത്തിൻ്റെ കിടപ്പ് വെച്ച് അത് പെട്ടെന്നൊന്നും വിൽപ്പന നടന്നില്ല. അത് പലരും വന്ന് നോക്കിയെങ്കിലും ആ ഒരു പ്രത്യേകത കാരണം അത് കച്ചവടങ്ങൾ ഇങ്ങനെ നീണ്ടുവരുന്നു. പിന്നെ അത് എടുക്കാൻ പറ്റുന്ന എൻ്റെ സഹോദരന് മാത്രമായിരുന്നു. പക്ഷേ അത് പല കാരണങ്ങളാൽ നീണ്ടുപോവുകയും ഞങ്ങൾ ഉദ്ദേശിക്കാത്ത വില കിട്ടാതെയൊക്കെ വരികയും ചെയ്തപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഒരു തലവേദനയായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് ഞാനിതുപോലെ ഓരോ കൺവെൻഷനും ഇങ്ങനെ അച്ഛന്മാരെ കാണുമല്ലോ. അപ്പം ഞാനൊരു 3 വർഷം മുമ്പ് സാംസൺ അച്ഛനോട് ഇതുപോലെ ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു വലിയ പ്രശ്നം കിടക്കണം. 2-3 പ്രശ്നമുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, ഈ വസ്തു ഒരു കാരണവശാലും എനിക്കൊന്ന് കൊടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ട് ഇതിങ്ങനെ ബ്ലോക്കായി കിടക്കുകയാണ്, എന്താ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് ഓരോ കൺവെൻഷനും ഞങ്ങൾ എവിടെയെങ്കിലും വെച്ച് അച്ഛനെ കാണും. അത് കുറവലങ്ങാട്ട് വെച്ച് അല്ല എവിടെയെങ്കിലും ഒക്കെ വെച്ച് രൂപതാ കൺവെൻഷനോ ബൈബിൾ കൺവെൻഷനൊക്കെ വരുമ്പോൾ അച്ഛൻ ചോദിക്കും, സോൻ ചേട്ടാ എന്നായെന്ന് ചോദിക്കും. ഞാൻ പറയാം, അച്ഛാ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 2025 ഏപ്രിൽ മാസം കുറവലങ്ങാട്ട് വെച്ച് അച്ഛനോട് ചോദിച്ചു, സോൻ ചേട്ടാ എന്നായെന്ന് പതിവ് പോലെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ഇങ്ങനെ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് പറഞ്ഞു, 33 ദിവസം കഴിഞ്ഞ് നമ്മൾ തമ്മിലൊന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വളരെ പ്രതീക്ഷയോടെ ഞാൻ അച്ഛനെ ഒന്ന് നോക്കി. അച്ഛൻ വീണ്ടും ഞാൻ ചെന്നച്ചാന്ന് ചോദിച്ചു, ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, 33 ദിവസം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ കാണണം എന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു അച്ഛൻ എന്തോ ഒരു സന്ദേശം കിട്ടില്ല എന്നോർത്ത് വളരെ നന്ദിയോടെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, മടങ്ങിപ്പോയി. എന്തായാലും 32ാമത്തെ ദിവസം തന്നെ ആ സ്ഥലം എൻ്റെ സഹോദരൻ തന്നെ എടുത്തു. അത് ഉദ്ദേശിച്ച രീതിയിൽ നല്ല വിലയും കിട്ടി.
അതിൻ്റെ ഡിസ്പ്യൂട്ടുകൾ തീർന്നു. മാത്രമല്ല അതിനോടനുബന്ധിച്ചുണ്ടായിരുന്ന വളരെയധികം പ്രശ്നങ്ങളും തീർന്നു കിട്ടി. ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് എത്ര വർഷമായി? 10-22 വർഷം ഇങ്ങനെ ഇത് കുരുക്കായിട്ട് കിടന്ന സംഭവമാണ്. കയറും ഇത് പ്രാർത്ഥിച്ചു. അത് ശക്തമായ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു. എത്ര വർഷം കൊണ്ടാണ് നോക്കിയത് അഴിഞ്ഞത്. അപ്പോൾ കർത്താവ് ശരി 33 ദിവസം എന്ന് പറഞ്ഞാൽ 32ാമത്തെ ദിവസം എല്ലാം ക്ലിയറായി. അച്ഛൻ രാവിലെ പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്, പ്രത്യാശയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷ കൈവിട്ടിട്ടില്ലായിരുന്നു. അന്നും ഇന്നും ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ട്. പ്രത്യാശയോടെ തന്നെ ദൈവം ഇടപെടുന്നതിന് വേണ്ടി കാത്തിരുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് അത് ദൈവം ഇടപെട്ടു. ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഈ സഹോദരന് കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി പറയാം. എപ്പോഴും മധ്യസ്ഥം പ്രാർത്ഥിക്കാനും മറ്റെല്ലാ ശുശ്രൂഷയ്ക്കും കൂടെ നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനാണ് സോജൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് പ്രത്യേകം നന്ദി പറയാം. 2 കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് ഈശോയെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, ആകുലമെല്ലാം ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, സ്തുതിച്ചിടുക മനമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചും ആത്മാവ് നമുക്ക് നൽകുന്ന അഭിഷേകത്തെക്കുറിച്ചുമാണ്. ആരെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരിലേക്ക് തൻ്റെ ആത്മാവിനെ ഈശോ വർഷിക്കും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയോ അല്ലെങ്കിൽ കാറ്റോ മഴയോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ സ്നേഹിതനായി നമ്മോടൊപ്പം നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്ന ആത്മാവ്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ ത്രിയേക ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. അതിൽ പ്രത്യേകം പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവചനത്തിൽ 32-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം. യേശയ്യാ പ്രവചനം 32:14. ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടും. ഉന്നതത്തിൽ നിന്ന്, ഇത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഉന്നതത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകും. നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇന്ന് പല കുടുംബങ്ങളിലും ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. ജീവിതത്തിൽ പല ഭാരങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ശക്തി തരുന്നത് ഒരേ ഒരു ആളാണ്, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ ഉദ്ധാനം ചെയ്തിട്ട് വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവരോട് കൊടുക്കുന്ന ഒരു ഉപദേശം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈശോ തന്നെ പരസ്യ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയാൽ ഒരു സഹായകനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. അവൻ വരുമ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് നേരത്തെ തന്നെ ഈശോ പറഞ്ഞ് അവരെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിഷ്യന്മാരോട് ഈശോ പറയുന്നുണ്ട്, ഇതാ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ വസിക്കുവിൻ. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ ലിഖിതം. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ വസിക്കുവിൻ. ഇതാ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ വസിക്കുവിൻ. അതുകൊണ്ട് ഈ ആത്മാവൻ നമുക്ക് സ്വീകരിക്കണം. ദൈവരാജ്യത്തെക്കുറിച്ച് ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടണമെങ്കിൽ, കർത്താവിൻ്റെ പ്രവർത്തികൾ ദൈവജനത്തിലേക്ക് വ്യാപരിക്കണമെങ്കിൽ ഇവർ ആത്മാവിനെ സ്വീകരിക്കണം. ആത്മാവിനെ സ്വീകരിച്ചില്ല എങ്കിൽ ഇവർ ചിതറിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് കർശനമായിട്ട് അവരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ച് കൂടുക, സെഖിയോൻ മാളിയിൽ ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. അങ്ങനെ അവരെന്ത് ചെയ്തു? പരിശുദ്ധ അമ്മയോടൊപ്പം സെഖിയോൻ മാളികയിൽ അപ്പർ ഹൗസ് എന്നാ പറയുക, അപ്പർ ഹൗസ്
ആ 2-ാം നിലയിൽ അവർ ഒരുമിച്ച് കൂടി, ഒരേ മനസ്സോടെയാണ് ഒരുമിച്ച് കൂടിയത്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 14-ാമത്തെ തിരുലിഖിതം, ആക്ട്സ് ചാപ്റ്റർ 1:14. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവരുടെ സഹോദരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അവർ ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തമായി അവർ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് പറഞ്ഞ വാഗ്ദാനം, അവിടുന്ന് നൽകിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അവർ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധ കം ഹോളി സ്പിരിറ്റ് വിത്ത് യുവർ ഫയർ, അവിടുത്തെ അഗ്നി ഞങ്ങളേക്ക് അയക്കണമേ പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിരുന്ന മുറി, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1-ാമത്തെ തിരുലിഖിതം, അപ്പോസ്തല പ്രവർത്തനം 2:1. പെന്തക്കോസ്ത് ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അത് 2-ാമത്തെ വചനം പറയുന്നു, കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി, അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അപ്പോസ്തല പ്രവർത്തനം 2:3. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നത് അവർ കണ്ടു. അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാ പരിശുദ്ധാത്മ വരുന്നു, അവരുടെ മേൽ അഗ്നിജ്വാലകൾ പോലെയുള്ള ഒരു അഭിഷേകം വന്ന് നിൽക്കുന്നത് അവർക്ക് അനുഭവമായി കിട്ടുകയാണ്. അടുത്ത നിമിഷം എന്താ സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 4-ാമത്തെ തിരുലിഖിതം, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരവനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഇന്ന് നമുക്കൊരു പ്രചോദനമാകണം. ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ, സ്വസ്ഥതയുണ്ടാകാൻ, ശാന്തതയുണ്ടാകാൻ നമുക്ക് ആത്മാവിൻ്റെ അഭിഷേകം വേണം. ഒരു ദൈവപൈതൽ പാപം ചെയ്യാതിരിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, കൃപയിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. വചനം പഠിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് വേണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ നൽകണം, വരങ്ങൾ നൽകണം, അവിടുത്തെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണം. അറിവ്, ബുദ്ധി, ജ്ഞാനം, വിവേകം, അനുസരണം, വിധേയത്വം, ഇതെല്ലാം നിറയാൻ പരിശുദ്ധാത്മാവ് വേണം. ഇതെല്ലാം പരിശുദ്ധാത്മ നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ആരും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാറില്ല. എല്ലാവർക്കും കൃപ വേണം. പക്ഷേ ഈ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശുദ്ധിയിലും കൃപയിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. മദ്യം, ലഹരി, അശുദ്ധി, മ്ലേച്ഛത, അതുപോലെ ജഡികാസക്തികൾ, ഇതൊക്കെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ആത്മീയരല്ല. എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നവരോ ആത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞവരല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ അഭിഷേകം നിറയ്ക്കാത്തത് കൊണ്ട്, ആത്മാവിൻ്റെ അഭിഷേകം നിറയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? വെറും ജഡികരായി മാറും. എന്ന് പറഞ്ഞാൽ അവരാണ് പൈശാചിക ശക്തി, അശുദ്ധാത്മാവ് ബാധിച്ചവർ, അന്ധകാരത്തിൻ്റെ അരൂപികൾ സ്വീകരിച്ചവർ. എന്നാൽ ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഈശോ ആഗ്രഹിക്കുന്നത് ഓരോ ദൈവവൈതലും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറണം. അവർ എന്താ പറയുക, നമുക്ക് പ്രാർത്ഥന ഒരു അഭിഷേകമായി മാറുന്നില്ല. വിശുദ്ധ കുർബാന നമുക്കൊരു എന്താ പറയുക, ഒരു അഭിഷേകമായി മാറുന്നില്ല. പള്ളിയിൽ പോകാൻ നമുക്ക് തോന്നുന്നില്ല, പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് തോന്നാത്തത്? നിങ്ങളിൽ പരിശുദ്ധാത്മാവില്ല. നമ്മൾ ഓരോ വർഷവും ഈസ്റ്റർ ആഘോഷിക്കും, അതിനെ തുടർന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങും. ഇതെല്ലാം ഒരു ആചരണമായിട്ട് നടന്നു പോകും. പക്ഷേ നമ്മൾ ആരും ആത്മാവിനെ സ്വീകരിക്കില്ല. ഇന്ന് ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേക്കാൾ കൂടുതൽ അശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ദൈവനിഷേധ പ്രവൃത്തികളും, അതുപോലെ എതിർ ചിന്തകളും, എതിർപ്പും, ഭിന്നതയും, വഴക്കും ഇതെല്ലാം ഉണ്ടാകുന്നത്. കാരണം എന്താ? ആത്മാവ് നിറഞ്ഞൊരു വ്യക്തിക്ക് എളിമപ്പെട്ട് എന്താ പറയുക, വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ ആത്മാവ് നിറഞ്ഞവർക്ക് അത് അംഗീകരിക്കാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ട ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അപ്പസ്തോല എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിശുദ്ധയുണ്ട്. വിശുദ്ധ എലേന ഗ്വര എന്ന് പറയുക. ആ അമ്മയുടെ പേര് ചെറുപ്പത്തിൽ 8-ാം വയസ്സിൽ
സ്ഥൈര്യലേപനം സ്വീകരിക്കും. ആ സ്ഥൈര്യലേപനം സ്വീകരിച്ച അന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സിസ്റ്റർ ആ വിശുദ്ധ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവിന് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ ഒരു എന്താ പറയുക, എനിക്കൊരു സ്വർഗത്തിൽ നിൽക്കുന്നൊരു അനുഭവമാണ്. ഞാൻ സ്വർഗത്തിൽ കയറി നിൽക്കുന്ന ഒരു അനുഭവം തോന്നുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ആ അമ്മ പ്രാർത്ഥിക്കുകയാണ്. 1882 ഈ വിശുദ്ധ അല്ലെങ്കിൽ ആ സിസ്റ്റർ ഒരു റിലീജിയസ് കോൺഗ്രിഗേഷൻ സ്ഥാപിക്കും. സ്ത്രീകൾക്ക് വേണ്ടിയാണ് സ്ഥാപിക്കുന്നത്. ഒബ്ലേറ്റ്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്നാണ് ആ സന്യാസ സഭയുടെ പേര്. പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവരുടെ ഒരു സമൂഹം. എന്നിട്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്, ആത്മാവ് നിറയണം, ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് അങ്ങനെ ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കും. ആ സമൂഹം സ്ഥാപിച്ചിട്ട് പിന്നെ ഈ പരിശുദ്ധ അമ്മ ഈ സിസ്റ്ററിന് ഭയങ്കര ഈ വിശുദ്ധയ്ക്ക് ഒത്തിരിയേറെ വെളിപ്പെടുത്തൽ കിട്ടുക. ഇന്ന് സഭയിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, കുടുംബങ്ങൾ തകരുന്നത്, അതുപോലെ മറ്റ് പല ജീവിതത്തിൽ കുടുംബജീവിതം തകരുന്നത്, സന്യാസ സമൂഹങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നത്, ദൈവവിളികൾ ലഭിക്കാത്തത്, ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റാത്തത് ദൈവമക്കൾക്ക്. അതിന് കാരണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോരുത്തരും സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഈ അമ്മ എനിക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ കിട്ടിയ വെളിപ്പെടുത്തലുകൾ ലയോ മാർപ്പാപ്പയ്ക്ക് 13 പ്രാവശ്യം കത്തുകൾ എഴുതി അറിയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ആ മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയ്ക്ക് അതേക്കുറിച്ച് ഗ്രാഹ്യം കിട്ടും. മാർപ്പാപ്പ പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ 20-ാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്ത് ആ നൂറ്റാണ്ടിനെ പരിശുദ്ധ പാപ്പ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കും. ഈ സിസ്റ്ററിലേക്ക് ഈ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി പറയാണ്, ഇന്ന് ലോകത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം എന്താ, സഭയിൽ പ്രശ്നമുണ്ടാകാൻ കാരണം എന്താ, പരിശുദ്ധാത്മാവില്ലാത്തത്, പരിശുദ്ധാത്മാവില്ലാത്തതാ. എന്നിട്ട് വീണ്ടും പറയാണ്, ഈ കുടുംബങ്ങൾ, വംശങ്ങൾ, പാരമ്പര്യങ്ങൾ, മക്കൾ എല്ലാം തകരുന്ന കാരണം എന്താ, ആത്മാവ് നഷ്ടപ്പെട്ട് അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, കുടുംബങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവല്ല, വിദ്യാർത്ഥികളെ നയിക്കുന്ന പരിശുദ്ധാത്മാവല്ല, യുവാക്കന്മാരെ നയിക്കുന്ന പരിശുദ്ധാത്മാവല്ല, അവരിൽ ദൈവ സാന്നിധ്യമില്ല, എല്ലാവരിലും പൈശാചിക സ്വാധീനം അശുദ്ധാത്മാവ് ബാധിച്ചതുപോലെ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണെന്ന് ഈ അമ്മ പഠിപ്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പറയാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിലച്ചിട്ടില്ല. എന്നിട്ട് അമ്മ പഠിപ്പിക്കുകയാണ്, അപ്പസ്തോലന്മാർക്ക് മാത്രമല്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള അവകാശം, നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ യുഗം അവസാനിച്ചിട്ടില്ല. അത് ഇവിടെയും എവിടെയും എല്ലായിടത്തും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അപ്പർ റൂമിലേക്ക് വരിക, സെഗിയോൻ മാളികയിലേക്ക് വരിക, നിങ്ങളുടെ കുടുംബങ്ങൾ സെഗിയോ മാളികയായി മാറുക, അങ്ങനെ ആത്മാവിനെ സ്വീകരിക്കുക. ഈ അമ്മ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വിശുദ്ധ പറയാണ്, വിശുദ്ധ എലേന പറയുകയാണ്, നീ വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നോ, നീ വിശുദ്ധയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലെ ഉപകരണമായി മാറണം നീ. അപ്പോൾ ആ ആത്മാവ് നിന്നെ ഏറ്റെടുക്കും. ആ ആത്മാവ് നിനക്ക് സഹായിയായിട്ട്, കർത്താവ് പറഞ്ഞില്ലേ, സഹായിയായിട്ട് മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയിലും കൃപയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആത്മാവിനെ സ്വീകരിക്കണം. ഇന്ന് നീ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നെങ്കിൽ നീ പറയും, നിനക്ക് പറയാൻ പറ്റും, എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. റോമാക്കാരുടെ ലേഖനത്തിൽ 8-ാം അധ്യായം 9-ാം ലിഖിതം, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അപ്പോൾ ഇന്ന് ലോകത്തിൽ ജഡത്തിൻ്റെ പ്രവർത്തികളല്ലേ, കള്ളവും ചതിയും വഞ്ചനയും വ്യഭിചാരവും സ്വയംഭോഗവും മദ്യപാനവും, അതുപോലെ യുവതിയുവാക്കന്മാരൊക്കെ അശുദ്ധിയിലും മ്ലേച്ഛതയിലും അല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, വചനം പറയുന്നു, നിങ്ങളിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവില്ല, നിങ്ങൾ ജഡികരാണ്. ഇന്ന് ഈ ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഓരോ ദൈവമക്കളും ഓർത്തോണം, എന്നിൽ പരിശുദ്ധാത്മാവില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാം, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം. അതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
അല്ലാതെ ജഡത്തിൻ്റെ പ്രവർത്തികൾ ചെയ്ത് മദ്യപിച്ചും ലക്കുകെട്ടും അശുദ്ധിയിലും മ്ലേച്ഛതയിലും തെറ്റായ സ്നേഹബന്ധങ്ങളും ദൈവത്തെ ഉപേക്ഷിച്ച് അന്യജാതികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും മന്ത്രവാദവും കൂടോത്രവും ക്ഷുദ്രപ്രയോഗവും ആഭിചാരവും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്ത് നശിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളും ആത്മീയരല്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്കില്ല, നിങ്ങൾ ജഡികരാണ്. അശുദ്ധി മ്ലേച്ഛത ചെയ്യുന്ന നിങ്ങൾ ദൈവത്തിന് ആത്മാവില്ലാത്ത അശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളിലേക്ക് അവിടെ നിന്ന് പറഞ്ഞ സത്യാത്മാവിനെ, വിശുദ്ധിയുടെ ആത്മാവിനെ, കൃപയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ലയ 13 മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്കും തിരുസഭയിലേക്കും കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ വേഗം വന്നാലും. ഈ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവേ വേഗം വന്നാലും, ഞങ്ങളെ നയിച്ചാലും, ഞങ്ങളെ എല്ലാവരെയും ആത്മീയരാക്കി മാറ്റാൻ ആത്മാവേ വേഗം വരണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് തുടർന്നുള്ള ആരാധനയിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ പുത്തൻ അഭിഷേകം ഈ പെന്തക്കോസ്ത് ദിനത്തിൽ ഈശോ നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകം കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ സ്കൂളുകളിലൊക്കെ പുതിയ അധ്യയന വർഷം ആരംഭിച്ച് പോകാൻ പോകുന്ന സമയമാണ്. ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയം, അവധിക്കാലമൊക്കെ അവസാനിച്ച് ഒരു പുതിയൊരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയം. അതുപോലെ മറ്റ് പല പ്രാർത്ഥനാ നിയോഗങ്ങൾ, എല്ലായിടത്തും ആത്മാവിൻ്റെ ഒരു അഭിഷേകം വേണം. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ചില തഴക്കദോഷങ്ങളും പാപങ്ങളും ഒക്കെ ഉപേക്ഷിക്കാൻ പറ്റാത്തവരുണ്ട്. ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വിശുദ്ധിയും കൃപയും അഭിഷേകമൊക്കെ നൽകണം, ഞങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ഇത് ആത്മാവ്, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ വരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ചില രോഗികളായിട്ടുള്ളവരുണ്ട്. അതുപോലെ മറ്റ് എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ നമുക്ക് ദൈവികാനത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നിങ്ങളിലേക്ക് അഭിഷേകമായി നിറയട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കാം. വചനം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നള്ളി വരണമേ, പ്രാർത്ഥിക്കുന്നു. കതിരുകൾ ആകാശത്തു നയിക്കണേ, അഗതികൾ തൻ പിതാവേ പരിശുദ്ധാത്മാവ് വരണമേ, ഹൃദയത്തിൻ പ്രകാശമേ വരണമേ. പ്രാർത്ഥിക്കുന്നു. റൂഹാ റൂഹാ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ. റൂഹാ റൂഹാ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ, ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ, ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ.